വിക്ടോറിയനെ കുറിച്ച്. പ്രേരക് പ്രസംഗ് ഇന്ദിരാഗാന്ധിയും വിക്ടോറിയ റാണിയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അതിൽ വർക്ക് മിസ് അയച്ചു തന്നിരുന്നു, നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ്സിന് എഴുതി അയക്കാത്തവര് ഇന്ന് തന്നെ എഴുതി അയച്ചു തരണേ. ഓ 5, 7, 8 അത് കിട്ടിയിട്ടില്ല മിസ്സേ. മിസ് മൺഡേ അയച്ചു തരാൻ പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. 5, 6, 7, 8 മിസ് ഇന്നലെ അയച്ചെന്ന് കണ്ടില്ലേ മോനെ? ഇല്ല മിസ്സേ. ഇല്ലേ? മിസ് ഇന്നലെ അയച്ചിട്ടുണ്ട്, ഒന്നുകൂടി വേണം മിസ് അയച്ചുതരാം. ഓക്കേ മിസ്സേ. ഓക്കെ. നെക്സ്റ്റ് ലെസൺ എടുത്തേ, പേജ് നമ്പർ 28. ലെസൺ മിസ് എടുത്തിട്ട് പോയാൽ പോരാ, നിങ്ങൾ പഠിച്ച് റെഡി ആയിരിക്കണേ. മിസ് എപ്പോഴും വേണമെങ്കിലും എക്സാം പറയും. 6ാമത്തെ ലെസൺ എല്ലാവരും ഫുള്ളായിട്ട് പഠിച്ച് റെഡി ആയിട്ട് ഇരിക്കുക. മിസ് എപ്പോഴാണ് എക്സാം എന്ന് പറയാൻ പറ്റില്ല. അപ്പോ 7ാമത്തെ ലെസൺ വീർ ശിവാജി. അത് നമുക്ക് 6ാമത്തെ ലെസണിന്റെ വേർഡ് മീനിങ് അടുത്ത ക്ലാസ്സിൽ ഡിറ്റക്ഷൻ വെച്ചാലോ? 6ാമത്തെ ചാപ്റ്റർ വേർഡ് മീനിങ് ഇല്ലേ, ശബ്ദാർത്ഥ. വേർഡ് മീനിങ് മാത്രം. വേർഡ് മീനിങ് മാത്രം. മിസ് അതിന്റെ വേർഡ് ചോദിക്കും, നിങ്ങൾ അതിന്റെ മീനിങ് എഴുതി മിസ്സിനെ സെൻഡ് ചെയ്താൽ മതി. അത് മാത്രം. പിന്നെ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പിന്നെ ഞാൻ മിസ് പറയാം. എന്റെ മിസ് ക്വസ്റ്റ്യൻ ആൻസർ കണക്കായി. ക്വസ്റ്റ്യൻ ആൻസർ കണക്കാവുന്നില്ല, എല്ലാം നിങ്ങൾ പഠിക്കണം. ഓക്കെ, നോക്കുക. വീർ ശിവാജി 7th ലെസൺ വീർ ശിവാജി. മിസ് വായിച്ചതിന്റെ കൃത്യമായി നോക്കുക. എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും മുന്നിൽ എടുത്തു വെച്ചില്ലേ? എല്ലാവരുടെ മുന്നിൽ പേജ് നമ്പർ 28 ആണോ ഉള്ളത്? വീർ ശിവാജി എന്നുള്ള ലെസൺ ആണോ ഉള്ളത്? ഓക്കെ, അപ്പൊ മിസ് വായിക്കും. ഓക്കെ, ഹന്നറോസ് മിസ് കണ്ടു. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? മിസ് വായിച്ചു തരും, നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് നോക്കുക. വീർ ശിവാജി, ബ്രേവ് ശിവാജി. शिवनेर के किले में सन 1630 में बालक शिवा का जन्म हुआ था. उनके पिता शाहजी बीजापुर दरबार में एक नवाब के दरबारी थे. शिवा का बचपन माता जीजाबाई के साथ बीता. उनका पूरा नाम शिवाजी भोंसले था. मां ने उनका लालन पालन बड़े ही अच्छे ढंग से किया. वे उन्हें वीर पुरुषों की कहानियां सुनाती. उन्हें बचपन से ही तीर तलवार भाले भल्लम की शिक्षा दी गई. घुड़सवारी और युद्ध कला उन्होंने अपने दादा कौंड देवजी से ली. शिवाजी बालकों की टोली बनाकर उनके नायक बनते और युद्ध के खेल खेला करते थे. വീർ ശിവാജി, ശിവാജിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആരാണ് ശിവാജി? മിസ് പറഞ്ഞുതരാം ആരാണെന്ന്. शिवनेर के किले में सन 1630 में बालक शिवा का जन्म हुआ था. ശിവനേർ എന്ന് പറഞ്ഞ കോട്ടയിലെ 1630 കൊല്ലവർഷം 1630 ഒരു കുട്ടി പിറന്നു. അവന്റെ പേരാണ് ശിവ. 1630 ജനനം. उनके पिता शाहजी बीजापुर दरबार में एक नवाब के दरबारी थे. ഇനി ശിവയുടെ അച്ഛന്റെ പേര് ഷാഹജി. അദ്ദേഹം ബീജാപ്പൂർ എന്ന് പറഞ്ഞ ഇവിടുത്തെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു. ആര്? ശിവാജിയുടെ അച്ഛൻ പിതാജിയുടെ പേര് ഷാഹജി. കേട്ടല്ലോ? അപ്പൊ ശിവാജി ജനിച്ചത് കൊല്ലവർഷം 1630. അതായത് അച്ഛന്റെ പേര് ഷാഹജി എന്നാണ്. അദ്ദേഹം ബീജാപ്പൂർ എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ ഒരു ജോലിക്കാരനായിരുന്നു അല്ലെ. शिवा का बचपन माता जीजाबाई के साथ बीता. ഇനി ശിവാജിയുടെ കുട്ടിക്കാലം ഷിസ ഫാത്തിമ എന്തെഴുതുന്നത്? ഒന്ന് എഴുതല്ലേ? മിസ് പറയട്ടെ, മിസ് പറയുമ്പോൾ ശ്രദ്ധിക്കുക.
ശിവാജിയുടെ കുട്ടിക്കാലം തന്റെ അമ്മയുടെ കൂടെ, അമ്മയുടെ പേര് ജീജാബായി എന്നാണ്, അമ്മയുടെ കൂടെയാണ് ആ കുട്ടിക്കാലം മുഴുവനും ചെലവഴിച്ചത്. അച്ഛൻ കൊട്ടാരത്തിലെ ജോലിക്കാരനാണ്. അപ്പൊ കൂടുതൽ സമയവും കുട്ടിക്കാലത്ത് ആരുടെ കൂടെയാണ് ഈ ശിവാജി ചെലവഴിച്ചത്? അമ്മയുടെ കൂടെ. അമ്മയുടെ പേരെന്താണ്? മാതാ നാം ജീജാബായ്. അമ്മയുടെ പേര് ജീജാബായി എന്നാണ്. ഉൻകാ പൂരാ നാം ശിവാജി ഭോംസലെ ഥാ. ഇനി ശിവാജിയുടെ മുഴുവൻ പേര് എന്താണ്? ശിവാജി ഭോംസലെ. അല്ലെ, എഴുതി പഠിക്കണം കേട്ടോ. ശിവാജി ഭോംസലെ. കേട്ടല്ലോ. മാംനെ ഉൻകാ ലാലൻ പാലൻ ബഡേ ഹി അച്ഛേ ഡംഗ് സേ കിയ. അമ്മ എന്താണ് ചെയ്തത്? തന്റെ മകനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത്. നമ്മളുടെ അച്ഛനും അമ്മയും പേരൻസ് നല്ല രീതിയിൽ വളർത്തുന്നില്ലേ? മക്കൾ എന്താണ് ആഗ്രഹം പറഞ്ഞത് അത് കൃത്യമായി നിറവേറ്റി തന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മളെ അവർ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരുടെ പേരൻസും അങ്ങനെയാണ്. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെ ശിവാജിയെ തന്റെ അമ്മ എങ്ങനെയാണ്? നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിരുന്നത്. വേ ഉനെ വീരപുരുഷോं की कहानियां सुनाती. അദ്ദേഹത്തിന് വീരപുരുഷന്മാരുടെ, യോദ്ധാക്കളെ കുറിച്ചുള്ള കഥകളൊക്കെ കേൾപ്പിക്കുമായിരുന്നു. ഉനെ ബച്പൻ സേ ഹി തീർ തൽവാർ ഭാലേ ഭല്ലം കി ശിക്ഷ ദീ ഗയി. അവന് കുട്ടിക്കാലത്ത് തന്നെ, അതായത് എന്താണ്, അമ്പെയ്ത്തില്ലേ, മുമ്പേ ഉള്ള ഒരു രീതിയാണ് അമ്പെയ്ത്ത്. അമ്പ് കേട്ടിട്ടുണ്ടോ? അമ്പെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു? ശിവാജിക്ക്. കുട്ടിക്കാലത്ത് തന്നെ അവന് അതൊക്കെ അറിയാമായിരുന്നു. ഓക്കെ ആണല്ലോ. വീർ, തൽവാർ, അതുപോലെ വാള്, പരിചയം, ഇതൊക്കെ ഉപയോഗിച്ചുള്ള രീതിയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഗ്രേസ്, പ്ലീസ് വീഡിയോ ഓൺ ചെയ്തെന്ന് മോളെ. ഷഹബാസ് വീഡിയോ ഓൺ ചെയ്യും. ആദിത്യൻ, മുഹമ്മദ് റിഹാൻ ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. എന്റെ വീഡിയോ ഓണാക്കാൻ കിട്ടുന്നില്ല. എന്താ പറ്റിയേ? അതിനകത്ത് കാണിക്കുന്നു ക്യാമറ ഈസ് ഫെയിൽഡ്. ആദിത്യനാണോ ഇപ്പൊ പറഞ്ഞത്? യെസ്. ഷഹബാസ്, ഓക്കെ. ഷഹബാസ് എന്താ ഇടക്കിടക്ക് കട്ടായി പോന്നെ? റേഞ്ച് പ്രോബ്ലം? ഇടക്കിടക്കും നിന്നെ കാണുന്നില്ലല്ലോ. ഗ്രേസ് വീഡിയോ ഓൺ ചെയ്യുമ്പോളെ. ഓക്കെ. അപ്പൊ കുട്ടിക്കാലത്ത് തന്നെ വീരപുരുഷന്മാരുടെ കഥകളാണ് കേൾപ്പിച്ചിരുന്നത്. അതുപോലെ വാള്, പരിചയം, അതുപോലെ അമ്പെയ്ത്തിനെ കുറിച്ചായിരുന്നു പരിശീലിപ്പിച്ചിരുന്നത് അല്ലേ? घुड़ सवारी और युद्ध कला उन्होंने अपने दादा कोंड देवजी से ली. ഇനി അടുത്തത് കുതിരസവാരിയും അതുപോലെ യുദ്ധത്തിനെ കുറിച്ചൊക്കെ ആരിൽ നിന്നാണ് പഠിച്ചത്? തന്റെ മുത്തച്ഛനായ കോണ്ട് ദേവാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഗുഡ് സവാരി എന്ന് പറഞ്ഞാൽ കുതിരസവാരി, യുദ്ധം ചെയ്യാൻ പോകുന്നവരെ അപ്പൊ ഇതൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത്? തന്റെ മുത്തച്ഛനായ ദാദാ കോണ്ട് ദേവജി ആണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഗ്രേസ്, ഗുഡ് മോർണിംഗ്. എന്താ ലേറ്റ് ആയത് മോളെ? എന്താണ് ഗ്രേസ് ലേറ്റ് ആയത് ക്ലാസ്സിൽ കയറാൻ? ഗ്രേസിന് മിസ് പറഞ്ഞ കേൾക്കുന്നില്ലേ മോളെ? കേൾക്കാം. എന്താണ് ഇന്ന് ക്ലാസ് കയറാൻ വേണ്ടി ലേറ്റ് ആയത്? നെറ്റ് പ്രോബ്ലം ഉണ്ടോ നിനക്കും? എന്താ എഡ്വിൻ എന്താ കയ്യുയർത്തി കാണിക്കുന്നേ? മിസ് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കട്ടായി പോകുന്നുണ്ട്. അതെയോ? തുടക്കത്തില്ലേ? ഇപ്പോഴും ഉണ്ടോ അങ്ങനെ? അതെയോ? ഓക്കെ. അപ്പൊ നോക്കുക, शिवाजी बालकों की टोली बनाकर उनके नायक बनते और युद्ध के खेल खेला करते थे. ഇനി കുട്ടിക്കാലത്ത് തന്നെ ശിവാജി എന്ത് ചെയ്തിരുന്നു? കുട്ടികളുടെ ഒരു ടീം,
അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു അല്ലേ, അതുപോലെ ഓർമ്മയുണ്ടോ, വാനരസേന എന്ന് പറഞ്ഞ ഒരു ടീം ആക്കിയിട്ടില്ലേ, അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെ ഈ ശിവാജി ഒരു കുട്ടികളുടെ ഒരു ടീമിന് ആയിട്ട് അതിൽ ലീഡർ ആയിട്ടായിരുന്നു ശിവാജി ഉണ്ടായിരുന്നത്, ആ കുട്ടികളുടെ ടീമിന്റെ ലീഡർ, നായക്. അതുപോലെ യുദ്ധക്കെ ഖേൽ ഖേലാക്കുന്നത്, അതിന്റെ യുദ്ധത്തിനെ കുറിച്ചാണ് അവര് യുദ്ധം ചെയ്തുകൊണ്ടായിരുന്നു അവർ കളിച്ചിരുന്നത്. നമ്മൾ കളിക്കുന്ന രീതിയല്ല, ആ കുട്ടികൾ എങ്ങനെയാണ് കളിച്ചിരുന്നത്, യുദ്ധം ചെയ്തുകൊണ്ടുള്ള ഒരു കളി, യുദ്ധത്തിനെ കുറിച്ചുള്ള കളിയായിരുന്നു. നമ്മൾ എന്താ കളിക്കുക, സാറ്റ് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുന്ന കളികളുടെ പേരെന്താ, ഒന്നുമില്ല അല്ലെ, ഗെയിം കളി, ഫോണില് ഗെയിം, സാറ്റ് ഫോണില് ഗെയിം അല്ലേ. ഇപ്പൊ എല്ലാവരും ഇതാണല്ലേ, ഫോണില് മാത്രല്ലേ. നിങ്ങൾ കളിക്കാൻ പോകാറുണ്ടോ, ഇപ്പൊ പുറത്ത് പോകാറുണ്ടോ കൊറോണ ആയതിനു ശേഷം? പോകാറില്ല. സായി കൃഷ്ണ പോകാറുണ്ടോ, എവിടെയാ പോകാറ്? ഫുട്ബോൾ കളിക്കാൻ പോകണ്ടേ സർ? അതെയാ, ഇപ്പൊ പോകുന്നതല്ലേ, ഇപ്പൊ അല്ലേ പോകുന്നത്, മുമ്പേ പോകാറില്ലല്ലോ. ഓക്കെ, കുറച്ച് കളിക്കുന്നത് നല്ലതാണ് കേട്ടോ, വീട്ടിൽ ചടഞ്ഞിരിക്കാതെ അധിക ദൂരം പോകാതെ കുറച്ച് സമയം TV മൊബൈലെല്ലാം ഒഴിവാക്കി കുറച്ച് സമയം കളിക്കുക. കൊറോണ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, കൊറോണ ആയതുകൊണ്ടാണ് നിങ്ങളെ ആരും പേരൻസ് ആരും കളിക്കാൻ വിടാത്ത അല്ലേ. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ, അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം. ശിവനേർ കെ കിലേ മേ സൻ 1630 में बालक शिवा का जन्म हुआ था. പേജ് നമ്പർ 28 വീര ശിവാജി എന്നുള്ള ലെസൺ ആണ് മിസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് ആയവരെ ശ്രദ്ധിക്കുക. ശിവനേർ എന്ന് പറഞ്ഞ കോട്ടയിലെ കൊല്ലവർഷം, ആരാണ് പാട്ട് പാടുന്നത്? മുഹമ്മദ് ആണെന്ന് തോന്നുന്നു അല്ലേ. മുഹമ്മദ് പാട്ടൊക്കെ പാടുന്നത്, മൂളിപ്പാട്ട്. മിസ് പാടാൻ വേണ്ടി വേറൊരു സമയം തരാം, ക്ലാസ്സിന്റെ ടൈമിൽ പാട്ട് പാടരുത്, കാരണം ഇവരെല്ലാം ഉറങ്ങിപ്പോകും, അപ്പൊ പിന്നെ മിസ്സിന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ശിവനേർ കെ കിലേ മേ സൻ 1630 में बालक शिवा का जन्म हुआ था. ശിവനേർ എന്ന് പറഞ്ഞ കോട്ടയിൽ കൊല്ലവർഷം 1630 ഈ ശിവാജി കുട്ടി ജനിച്ചത് അല്ലേ, ശിവ ജനിച്ചത്. ഉൻകെ പിതാ ഷാഹജി, അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഷാഹജി എന്നാണ്. അദ്ദേഹം ബീജാപൂർ ദർബാർ മേ ഏക് നവാബ് കെ ദർബാരി ഥേ, അദ്ദേഹം ബീജാപൂർ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു. ശിവാ കാ ബച്പൻ മാതാ ജീജാബായിക്ക് സാത്ത് ബീത. അപ്പൊ ശിവാജിയുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞത് തന്റെ അമ്മയുടെ കൂടെ, ജീജാബായി, അമ്മയുടെ പേര് ജീജാബായി ആണ്, അമ്മയുടെ കൂടെയാണ് ചെലവഴിച്ചിരുന്നത്. കേട്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് അതായത് അച്ഛന് അവിടെയാണ് ജോലി, അപ്പൊ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മയുടെ കൂടെയായിരുന്നു. ഉൻകാ പൂരാനാം ശിവാജി ഭോംസലെ ഥ, അതിന്റെ മുഴുവൻ പേര് എന്തായിരുന്നു? ശിവാജി ഭോംസലെ. അത് ആ പേര് മുഴുവനും നിങ്ങളൊന്ന് എഴുതി പഠിക്കണേ. ശിവാജി. മുഹമ്മദേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണ്ട, അടി ഞാൻ തരും അവിടെ വന്നിട്ട്. മുഹമ്മദ് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണ്ട, മിസ് വന്നിട്ട് തല്ലും, മിസ് അവിടെ വന്നിട്ട്. ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ശിവാജിയുടെ മുഴുവൻ പേര് ശിവാജി ഭോംസലെ എന്നായിരുന്നു. മാംനെ ഉൻകാ ലാലൻ പാലൻ ബഡേ ഹി അച്ഛേ ഡംഗ് സേ കിയ. അപ്പൊ അമ്മ ജീജാബായി ഈ കുട്ടിയെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു. എന്താ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു എന്ന് പറഞ്ഞാല് എന്താ? നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നിങ്ങൾ മീനിങ് എന്താ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നല്ല രീതിയിൽ വളർത്തുന്നത് നല്ല ടച്ച് ഫോണൊക്കെ വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തിയിരുന്നു എന്നാണോ? അല്ല, ദാരിദ്ര്യം, അതായത് പട്ടിണി അതൊന്നും അറിയിക്കാതെ തന്നെ വളർത്തിയിരുന്നു എന്നാണ് അതിനർത്ഥം. കേട്ടല്ലോ? ദാരിദ്ര്യം ഒന്നും അറിയിക്കാതെ അവർ അതുപോലെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉദ്ദേശിക്കേണ്ടത്. വേ ഉനെ വീർ പുരുഷോം കി കഹാനിയാ സുനാത്തി. ചെറുപ്പകാലത്തിൽ തന്നെ വീരപുരുഷന്മാരെ കുറിച്ച്, യുദ്ധം ചെയ്യുന്ന വീരപുരുഷന്മാരെ കുറിച്ചൊക്കെയായിരുന്നു കഥകൾ കേൾപ്പിച്ചിരുന്നത്. ഉനേം ബച്പൻ സേ ഹി തീർ തൽവാർ ഭാലേ ഭല്ലം കി ശിക്ഷാ ദീ ഗയി. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് തന്നെ വാള്, അതുപോലെ അമ്പെയ്ത്ത്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ ആ വിദ്യാഭ്യാസം നൽകിയിരുന്നു. ഗുഡ് സവാരി और യുദ്ധകല ഉനോനെ അപ്നെ ദാദാ കോണ്ട് ദേവജി സെ ലി. അദ്ദേഹത്തിന് കുതിര സവാരിയും അതുപോലെ യുദ്ധം ചെയ്യാനുള്ള ആ രീതി, വിദ്യാഭ്യാസവും തന്റെ മുത്തച്ഛനായ കോണ്ട് ദേവജിയിൽ നിന്ന് ലഭിച്ചിരുന്നു. കുതിര സവാരി, അത് യുദ്ധം ചെയ്യാനുള്ള, ഒരു രാജാവാനുള്ള ഒരു ഇത്,
കഴിവ്. ശിവാജി ബാലകോं की टोली बनाकर, അത് ശിവാജി കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളുടെ ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് ഉൻകെ നായക് ബൻതെ, അതിന്റെ ലീഡറായി തീർന്നിരുന്നു. ആരാണ് ലീഡർ? ശിവാജി. ഒരു സംഘം കുട്ടികളുടെ ഒരു ടീം ലീഡർ ആയിരുന്നു ശിവാജി. അവർ യുദ്ധക്കെ ഖേൽ ഖേലാ കർത്തത്, എന്നിട്ട് ആ കുട്ടികളുടെ ഒരുമിച്ച് എന്താണ് കളിച്ചിരുന്നത്? യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള കളിയായിരുന്നു ആ സമയത്ത് കളിച്ചിരുന്നത് ശിവാജി. ക്ലിയർ ആയോ ഫസ്റ്റ് പാരഗ്രാഫ്? മിസ്സിന് ആകെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ അതിൽ വല്ലാത്ത വിഷമമുണ്ട് മിസ്സിന്, കാരണം ഒരു പീരീഡ് കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണ്ടേ? മക്കൾ അതിനനുസരിച്ച് മിസ്സിന്റെ കൂടെ നിന്നാൽ മാത്രമേ എല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. മിസ് ഇപ്പൊ ഒരു പാരഗ്രാഫ് എടുത്തു തന്നു, അതുപോലെ അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് എല്ലാ ദിവസവും വായിക്കണം. അതുപോലെ മിസ് തരുന്ന വർക്കുകളൊക്കെ എഴുതി അയക്കണം. മിസ് ഇന്നലെ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ എഴുതി അയച്ചു, കുറച്ച് കുട്ടികൾ ബാക്കിയുണ്ട്. എഴുതാത്തവരുടെ പേരാണ് മിസ് കളക്ട് ചെയ്യുക. എഴുതിയവരുടെ പേര് വേറെ ഉണ്ട്. എഴുതാത്തവരുടെ പേര് നന്നായിട്ട് നോട്ട് ചെയ്ത് നോക്കും. കാരണം ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, മിസ് പലതവണ പറഞ്ഞിട്ടുണ്ട്, വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെയുള്ളവയൊക്കെ നോട്ടിലും പറയട്ടെ. മിസ്സിന് പറയാൻ വിട്. അതായത് വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ എന്നിവയൊക്കെ നോട്ടിലും, ബാക്കിയുള്ളവ വിലോമ ശബ്ദം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോട്ടില്, ബാക്കിയുള്ളവയൊക്കെ ടെക്സ്റ്റിലും എഴുതിയിട്ട് ഒരുമിച്ച് എഴുതി അയക്കുക, സെൻഡ് ചെയ്യുക മിസ്സിന്. അത് നിങ്ങൾ നോട്ടും ടെക്സ്റ്റും എഴുതി അയക്കേണ്ടത് ഗ്രൂപ്പിലാണ്, വാട്സപ്പ് ഗ്രൂപ്പ്, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലാണ്. നിങ്ങൾ എക്സാമോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം പേഴ്സണലായിട്ട് അയക്കുക. ബാക്കിയുള്ളവയൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ അയക്കുക. ഗ്രൂപ്പിൽ അയച്ചാൽ മാത്രമേ ഇപ്പോ ഒരു കുട്ടി ലക്ഷ്മി പ്രിയ ഇപ്പൊ നോട്ടും ടെക്സ്റ്റും എഴുതി അയക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഓർമ്മ വരും, എന്താണ്, ഞാനും ഹിന്ദി നോട്ടും ടെക്സ്റ്റും എഴുതി അയക്കാനുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരും എഴുതി അയക്കും. ബാക്കിയുള്ളവർ അഥവാ ആരെങ്കിലും എഴുതി അയക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസും ശ്രദ്ധയിൽപ്പെട്ടിട്ട് എഴുതാൻ വേണ്ടി പറയും, ഇല്ലേ? അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ അയക്കുക. എക്സാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മിസ്സിന് പേഴ്സണലായിട്ട് അയച്ചു തരിക. അപ്പൊ മിസ് പറഞ്ഞ എന്താണ്, നിങ്ങൾ ആകെ കിട്ടുന്ന കുറച്ച് സമയമാണ്. അപ്പൊ മിസ്സിന്റെ കൂടെ നിങ്ങളും നന്നായിട്ട് തുഴയണം. നന്നായിട്ട് തുഴയണം എന്ന് പറഞ്ഞാൽ തുഴഞ്ഞ് നീന്തിക്കിടക്കണം. വലിയൊരു കടലാണ് നമ്മളെ മുന്നിൽ. അപ്പൊ നമ്മൾ ആ കടൽ നീന്തിക്കിടക്കണമെങ്കിൽ മിസ് മാത്രം തുഴഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മിസ് മാത്രം പോയാൽ മതിയോ? 5ാം ക്ലാസ്സിൽ എല്ലാ മക്കളും മിസ്സിന്റെ കൂടെ തുഴയണം. തുഴയണമെങ്കിൽ എന്താ വഴി? മിസ് പറഞ്ഞത് കൃത്യമായിട്ട് അനുസരിക്കുക. അതുപോലെ ആഴ്ചയിലെ മിസ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മിസ് പറയാതെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ ആ ആഴ്ചയിൽ തന്നെ പഠിച്ച് കറക്റ്റ് ആക്കി വെക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് എക്സാമിന് വാങ്ങാം. അതായത് എക്സാമിന് ടൈം ടേബിൾ ഹിന്ദിന്ന് കിട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ 2 ദിവസം മുന്നേ ഇരുന്ന് പഠിക്കുന്ന ശീലം ഒഴിവാക്കുക. ഓക്കെ, ഹിന്ദി ടെക്സ്റ്റ് മിസ് എടുത്ത ഭാഗം നന്നായിട്ട് കുറേ പ്രാവശ്യം, ഒരു ദിവസം തന്നെ കുറേ പ്രാവശ്യം നല്ല മിസ് പറഞ്ഞത്, ഒരു 5 ദിവസം 5 പ്രാവശ്യമായിട്ട്, ഒരു ദിവസം ഒരു പ്രാവശ്യം വായിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് മിസ്സിന് വേണ്ടി ചെലവാക്കുക. അപ്പൊ ആ വായിച്ചാൽ മാത്രമേ, ടെക്സ്റ്റ് ലെസൺ ഒക്കെ വായിച്ച് നന്നായിട്ട് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഹിന്ദിയിലെ അതായത് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. മീനിങ്ങുകൾ തെറ്റുമ്പോൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ മിസ് എഴുതുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ അരമാർക്ക് കുറക്കും. ഇനി കുറക്കും. കാരണം എന്താണ്? അരമാർക്ക് കുറക്കുന്നത് നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നോട്ട് നന്നായിട്ട് വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ചാൽ പോരാ, മലയാളം വായിച്ചു പഠിക്കുന്നവരെ പഠിച്ചാൽ പോരാ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ റഫ് ആയിട്ട് എഴുതി നോക്കുക. എന്നിട്ട് തെറ്റുണ്ടോ നിങ്ങൾ തന്നെ മാഷു ആവുക, നിങ്ങൾ തന്നെ കുട്ടിയാവുക. ഒരു അധ്യാപകനും നിങ്ങൾ തന്നെ ആവുക, ഒരു വിദ്യാർത്ഥി നിങ്ങൾ തന്നെ ആവുക. എങ്ങനെ നിങ്ങൾ അധ്യാപകനും വിദ്യാർത്ഥി ആവുക? നിങ്ങൾ ആദ്യം പഠിച്ച കാര്യം എഴുതുന്നു, അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥി. നെക്സ്റ്റ് നിങ്ങൾ അത് ചെക്ക് ചെയ്യുന്നു, അപ്പൊ നിങ്ങൾ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു അധ്യാപികയോ ആയി. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എവിടെയാണോ മിസ്റ്റേക്ക് അത് നിങ്ങൾ വീണ്ടും ഇമ്പോസിഷനോ എന്തെങ്കിലും എഴുതിട്ടോ അല്ലെങ്കിൽ കൂടുതൽ തവണ വായിച്ചിട്ടോ പഠിക്കുക. ജോസി മിസ് പറഞ്ഞ കേൾക്കാമോ? ജോസി ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ നടക്കുന്നുണ്ട്. എവിടെയാണ് പോകുന്നത്? ഒരു അറ്റമില്ല. എവിടെയാ എത്തുന്നത്? അങ്ങ് പോയോ? നടന്ന് അമേരിക്കയിലെത്തിയോ? കുറേ സമയം നടക്കുന്നത്. എന്ന സംഭവം തിരിയണ്ടേ? ജോസി എവിടെ ഇപ്പൊ താമസം? അരവഞ്ചാലിലാണെന്ന് പറഞ്ഞു കേട്ടു. അരവഞ്ചാലിലാണോ? പിന്നെ അപ്പോ നിങ്ങൾക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. വെറുതെ അല്ല നാട്ടുകാരെ മൊത്തം കാണിക്കാനാണോ? ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഫോണും കൊണ്ട് നടക്കുന്നത്? അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. കാരണം നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേ
ക്ലാസ്സിലല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളെ ചുറ്റുപാടാ നോക്കുന്നത്. പക്ഷികൾ കരുന്നതും ചെടികൾക്ക് പൂവുണ്ടോ അതൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ അതൊന്നും വേണ്ട. ഒന്നുകിൽ കൃത്യമായിട്ട് വേഗം ക്ലാസ്സിന് തൊട്ട് മുന്നേ തന്നെ എവിടെയാണോ നെറ്റ് കിട്ടുന്നത് അവിടെ റെഡി ആയിട്ട് ഇരിക്കുക. ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. ഫസ്റ്റ് പാരഗ്രാഫ് മിസ് എടുത്തു. വീർ ശിവാജിയിലെ ലെസൺ ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗ്രേസേ വായിക്കാണോ? ആ മിസ്സേ ഞാൻ വായിക്കട്ടെ. വായിച്ചോട്ടോ. വായിച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ മിസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. അങ്ങനെ ഇപ്പൊ ഇവിടെ വായിച്ചോ. ഉറക്കെ വായിക്കട്ടെന്നാ മുഹമ്മദിന് ഇങ്ങനെ വായിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കാൻ അല്ലെ. മുഹമ്മദ് എന്നാ ഒന്ന് ഉറക്കെ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. ബ്രേവ് ശിവാജി. വീർ ശിവാജി. वीर शिवाजी शिवन्यार के इले में सन അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ എങ്ങനെ കൊല്ലവർഷം പഠിക്കണമെങ്കിൽ അക്കങ്ങൾ പഠിക്കണ്ടേ. 1630 ആകുമ്പോൾ 16 ആദ്യം പറയാ സോലഹ്, അതിനോട് കൂടി സൗ ചേർക്കുക. പിന്നെ 30 തീസ് എന്ന് പറയാം. അപ്പൊ സോലഹ് സൗ തീസ്. അടുത്തുമ്പോ എല്ലാരും നിർത്തും. सोलह सौ तीस में बल्कि शिवा का जन्म हुआ था। उनके पिता शाहजी बीजापुर दरबार में एक വൻവാബ് എന്നല്ല വായാണോ ആദ്യം? ന്യായല്ലേ ആദ്യം? നവാബ് അല്ലേ? नवाब के दरबारी थे। शिवा का बचपन बच्चा जीजाबाई के शिवा का बचपन माता जीजाबाई के साथ बीता। जीजाबाई के साथ बीता. ഓക്കെ, നെക്സ്റ്റ് ഹന്ന റോസ് ഒന്ന് വായിച്ച മോളെ. എല്ലാവർക്കും ഒന്ന് ഉറക്കെ വായിച്ചു കൊടുത്തേ. वीर शिवाजी शिवनेर के किले में सन 1601 में बालक तीस ആണ് മോളെ. തീസ് എന്ന് പറഞ്ഞാൽ 30 में बालक शिवा का जन्म हुआ था। उनके पिता शाहजी बीजापुर दरबार में एक नवाब के दरबारी थे। शिवा का बचपन माता जीजाबाई के साथ बीता। ചെലവഴിച്ചു. उनका पूरा नाम शिवाजी भोसले था। ഓക്കെ ഹന്ന, ഓക്കെ വെരി ഗുഡ്. ഗ്രേസ് വായിച്ച മോളെ. ഗ്രേസ് സായി വായിക്കാണോ? ഓക്കെ, സായി വായിച്ചോ. അതിന്റെ ബാക്കി നേരത്തെ ഹന്ന വായിച്ചതിന്റെ ബാക്കി വായിച്ചേ. माम ने उनका लालन पालन बड़े ही अच्छे ढंग से किया। वे उन्हें वीर पुरुषों की कहानियां सुनाती। उन्हें बचपन से ही तीर तलवार भाले बल्लम की शिक्षा दी गई. ഓക്കെ വെരി ഗുഡ്. ഷഹബാസ് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ. മിസ്സിന് ക്ലിയർ ആയി തോന്നില്ല. നീ ക്ലാസ്സിലാണെന്ന് തോന്നില്ലല്ലോ. നീ ഇങ്ങനെ ഒരു വില്ലന്റെ മട്ടിൽ ഇരിക്കുന്നടാ. എന്ത് പറ്റി ഷഹബാസേ?
നമ്മളിപ്പോ ഏത് ലെസണിൽ ഏതാണ് ആരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ആരാണ്? ആരെ കുറിച്ച് നമ്മൾ ഇന്ന് എടുത്തത്? നമ്മൾ ആരെ കുറിച്ച് ഇന്ന് പറഞ്ഞത്? ഇതിന്റെ ടെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ ഇന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? കുറച്ചല്ലേ പറഞ്ഞുള്ളൂ. ആരെ കുറിച്ചാണ് പറഞ്ഞത്? പറഞ്ഞേ. ഷഹബാസ് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. പറയുന്നുണ്ടോ ഷഹബാസ്? നമ്മൾ ഇന്നിപ്പോ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഷഹബാസിനെ കുറിച്ചൊന്നല്ലേ ഇപ്പൊ പാടെടുത്തത്? ആരെ കുറിച്ചാണ്? ആരെ കുറിച്ചാണെന്നറിയില്ല? നേരത്തെ ക്ലാസ്സിലല്ലായിരുന്നു അല്ലെ? ബോധയില്ല. ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ശിവാജി, വീർ ശിവാജി. ആരോടാണ് വായിക്കാൻ വേണ്ടി പറഞ്ഞത്? ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞത് ആരാണ് അടുത്തുള്ളത്? ഉമ്മാനോടാ വായിക്കാൻ പറഞ്ഞ? ഉമ്മയാണോ ക്ലാസ് ഇരുന്നത്? നീയല്ലേ? അത് ടെക്സ്റ്റ് നോക്കി വായിക്കണോ? വീർ ശിവാജിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ കഥ. ഇനി അടുത്ത ക്ലാസ് മുതൽ ഷഹബാസ് ഇരിക്കണ്ട, അവിടെ സീറ്റിൽ ഉമ്മനെ പിടിച്ചിരുത്തുക. നമുക്ക് ഉമ്മയോട് പരീക്ഷ എഴുതാൻ വേണ്ടി പറയാം അല്ലേ? ക്ലാസ്സിലായിരുന്നില്ല, നിന്റെ മുഖം കണ്ട എനിക്ക് മനസ്സിലായി. എന്താ മിസ് വീർ ശിവാജിനെ കുറിച്ച് പറഞ്ഞത്? ഷഹബാസിന് അറിയോ? ഒന്ന് പറഞ്ഞേ, മലയാളത്തിൽ പറഞ്ഞേ, ഹിന്ദി ഒന്നും പറഞ്ഞേണ്ട. മോൻ എന്താ കേട്ടതൊന്ന് പറഞ്ഞേ. ഒരു കൊട്ടാരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുട്ടിയുടെ പേരാണ് ആര്? ശിവ. ശിവാജി. എന്നിട്ട് അവര് കളിക്കല് ക്രിക്കറ്റാ? ഫുട്ബോളാ? പട്ടാള യുദ്ധത്തിന്റെ കളി. പിന്നെ ആരുടെ കൂടെയായിരുന്നു കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ആ കുട്ടി? അപ്പൂപ്പന്റെ. അമ്മടാ, അപ്പൂപ്പന്റെ കൂടെയാ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ ആരുടെ കൂടെയാന്ന്. അമ്മ ജീജാബായുടെ കൂടെയാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇടക്ക് മിസ്സായി. ഇടക്ക് ചില ലൈൻ കേട്ടിരുന്നു, ഇടക്ക് നിന്റെ ശ്രദ്ധ അവിടെ എവിടെയോ ഏതോ റൂമിലേക്ക് എവിടേക്കോ പോയി. ആ സമയത്തൊക്കെ പറഞ്ഞതെല്ലാം കേട്ടില്ല. അപ്പോ ശിവാജി ജനിച്ചത് പറഞ്ഞു 1630 പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഷാഹജി എന്ന് മിസ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ബീജാപ്പൂർ കൊട്ടാരത്തിലാണ് ജോലി ചെയ്തിരുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിവാജിയുടെ കുട്ടിക്കാലം അമ്മ ജീജാബായുടെ കൂടെയാന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞു? അതിന്റെ മുഴുവൻ പേര് പുരാനാം ശിവാജി ഭോംസലെ. അതിന്റെ മുഴുവൻ പേര് ശിവാജി ഭോംസലെ എന്നും കൂടി മിസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെയാണ് അമ്മ വളർത്തിയിരുന്നെന്നും പറഞ്ഞു അല്ലേ? ഇതൊക്കെ മിസ് പറഞ്ഞു ഫസ്റ്റ് പാരഗ്രാഫില്. അതിൽ കുറച്ച് കാര്യം മാത്രം ഷഹബാസ് കേട്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ അവിടെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട. മിസ് ചോദിക്കുമ്പോ പിന്നെ വീട്ടിലുള്ളവരോട് ചോദിക്കാനാക്കരുതേ. കേൾക്കുന്നുണ്ടോ? മുഹമ്മദ് റിഹാൻ, മിസ് പറഞ്ഞു കൊടുക്കുമ്പോ അവിടുന്ന് സംസാരിക്കാണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. സമയാവാറായി. മിസ് എന്നാ നെക്സ്റ്റ് പാരഗ്രാഫ് കൂടി വായിച്ചിരുന്നു നോക്കുക. एक बार उनके पिता शाहजी भोंसले उन्हें अपने साथ बीजापुर दरबार ले गए. एक बार उनके पिता ഒരു തവണ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പിതാജി അച്ഛൻ ഷാഹജി എന്ത് ചെയ്തു? ഷാഹജി ഭോംസലെ ഉനേം അപ്നെ സാത്ത് ബീജാപൂർ ദർബാർ ലേ ഗയേ. അച്ഛൻ തന്റെ കൂടെ എവിടെ കൊണ്ടുപോയി? ആ കൊട്ടാരത്തിലേക്ക്, ബീജാപൂർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ആരെയാണ് കൊണ്ടുപോയത്? ശിവാജിയെ. കേട്ടല്ലോ? शिवाजी उस समय केवल 8 वर्ष के थे.
ശിവാജിക്ക് ആ സമയത്ത് ഏകദേശം എത്ര വയസ്സ് പ്രായം? 8 വയസ്സ് പ്രായം. 8 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഊഹിച്ചോളൂ കേട്ടോ. 8 വയസ്സ് പ്രായം. ഷഹബാസ് പേന എവിടെ വെച്ചേ? പേന എവിടെ വെച്ചോളൂ, അതിനൊന്നും ദ്രോഹിക്കണ്ട. ഓക്കെ, ഇനി ക്ലാസ് ശ്രദ്ധിക്ക്. शाहजी ने सोचा था कि दरबार की चकाचौंध देखकर शिवाजी का नन्हा मन भी राज दरबारों में जाने की इच्छा करेगा और बड़े होकर शिवाजी भी किसी दरबार के सैनिक बनेंगे. അപ്പൊ നോക്കുക, ശിവാജി ഉസ് സമയ കേവൽ 8 വർഷ കെ थे അല്ലെ? ശിവാജിക്ക് ആ സമയത്ത് 8 വയസ്സാണ് പ്രായം. ഷാഹജിനെ സോച്ചാതാക്കി. അപ്പൊ ഷാഹജി എന്താ ചിന്തിച്ചിരുന്നത്? ദർബാർ കി ചകാചൗന്ദ് ദേഖ്കർ ശിവാജി കാ നന്നാ മൻ ഭി രാജ ദർബാറോ മേ ജാനെ കി ഇച്ഛാ കരേഗ. അപ്പൊ ആ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോഴേ ആ രാജകൊട്ടാരത്തിനോട് ഒരു സ്നേഹം, ഒരു ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും എന്ന് കരുതി. പിന്നെയോ और बड़े होकर शिवाजी भी किसी दरबार के सैनिक बने. ഇനി വലുതായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൊട്ടാരത്തിലെ രാജാവ് അല്ലെങ്കിൽ രാജാവായിട്ട് മാറുമെന്ന് ആര് കരുതി? അദ്ദേഹത്തിന്റെ അച്ഛൻ. किंतु शिवाजी को राज दरबार बिल्कुल भी आकर्षित नहीं कर सका. പക്ഷേ ശിവാജിക്ക് ആ രാജകൊട്ടാരത്തിൽ കണ്ട കാഴ്ചകളൊന്നും അതിനോടൊന്നും താല്പര്യം തോന്നിയില്ല, ഇഷ്ടം തോന്നിയില്ല. ചെറിയ കുട്ടിയാകുമ്പോൾ നല്ല നല്ല കാഴ്ചകൾ കാണും. മുഹമ്മദ് റിഹാനെ, ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം. മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, ബൈ. ബൈ മിസ്. വായിക്കണേ. ഓക്കെ, ബൈ. മിസ്സിന് വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് ഇടണോ? ഓഡിയോ ക്ലിപ്പ് ഇടട്ടെ മിസ്സേ? ആ ഓക്കെ മിസ്, ഇട്ടോളൂ. ഓക്കെ ഓക്കെ, ബൈ മിസ്. ഓക്കെ, ബൈ.